Hello students, how are you all? Welcome to GEOIT SSC and RRB. നമ്മുടെ മെയിൻ സിലബസ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു കുട്ടി ഓറിയൻറ്റേഷൻ സെഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ബേസിക്കലി നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ കോഴ്സ് ഡ്യൂറേഷനിലൂടെ നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നത്, അതിലൂടെ നിങ്ങൾ ഏതൊക്കെ എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ആവും അല്ലേ. നമുക്ക് SSC ഒരുപാട് എക്സാംസ് എല്ലാ വർഷവും നടത്തുന്നുണ്ട്, RRB നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സാംസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സിലൂടെ നമുക്ക് ആ എക്സാംസും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സിലബസ് എന്താണ്, നമ്മൾ ഈ പഠിക്കുന്ന മെയിൻ എക്സാമുകളുടെ സിലബസ് എന്താണ് എന്നുള്ളത് നിങ്ങളെ കുറച്ചും കൂടെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിനോടൊപ്പം, നമ്മൾക്കറിയാം ഇതൊരു കോമ്പറ്റിറ്റീവ് എക്സാമാണ് അല്ലേ, ഓൾ ഇന്ത്യ ലെവൽ കോമ്പറ്റിറ്റീവ് എക്സാമാണ്. അപ്പോൾ എങ്ങനെ ഡെയിലി ക്ലാസ്സസിനോടൊപ്പം പഠിച്ചു പോവാം, നമ്മുടെ എക്സാമിൻ്റെ ടൈം ആകുമ്പോഴേക്കും നല്ലൊരു കണ്ടസ്റ്റൻ്റായിട്ട് നമുക്ക് എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം, ഇതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെ മിനിമം ഡെയിലി ചെയ്തിരിക്കണം എന്നുപോലുള്ള നിങ്ങൾക്ക് വരാവുന്ന ബേസിക് ആയിട്ടുള്ള സംശയങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് അഡ്രസ്സ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ എക്സാമുകളിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ, എല്ലാവർക്കും കൗതുകമുള്ള കാര്യമാണ്. അതെല്ലാം എന്ത് ചെയ്യാം, നമുക്കിന്ന് ക്ലിയർ ചെയ്യാം. സോ വിത്തൗട്ട് എനി ഫർദർ ഡു ലെറ്റ്സ് ജംപ് റൈറ്റ് ഇൻ. ആദ്യം തന്നെ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ട് പറയാം. ഓക്കെ, നമുക്ക് മൺഡേ ടു സാറ്റർഡേ ആണ് ക്ലാസ്സസ് ഉണ്ടാവാറ്. എല്ലാ വീക്കും നിങ്ങൾക്ക് ടൈം ടേബിൾ ഇടുന്നതായിരിക്കും. അത് പ്രകാരം നമുക്ക് ജിയോയിഡിൻ്റെ ആപ്പിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ നിങ്ങൾക്ക് ക്ലാസ്സസ് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാവുന്നതാണ്. എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളാണ്. സോ നിങ്ങൾക്ക് 7 PM എന്ന് പറയുന്ന ടൈം ഫ്രെയിമിൽ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും, ഇല്ലെങ്കിൽ വീണ്ടും കാണണം എന്ന് തോന്നിയാലും എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആപ്പിലോ വെബ്സൈറ്റിലോ കയറി വീണ്ടും കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് വർക്കിംഗ് പ്രൊഫഷണൽസും സ്റ്റുഡൻസും എല്ലാം നിങ്ങളുടെ കോഴ്സിൽ ബാച്ച് മേറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, പിന്നെ ഡെയിലി 1 hour നമ്മുടെ ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഒരു സംശയം വരാം, നമ്മുടെ സിലബസ് എടുത്ത് കഴിയുമോ, ഇല്ലെങ്കിൽ സിലബസിൻ്റെ പോർഷൻസ് എന്തെങ്കിലും മിസ്സാവുമോ എന്നൊരുപാട് പേര് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടുമില്ല, അല്ലെങ്കിൽ ഒരിക്കലുമില്ല. നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി എന്തൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാമോ A to Z നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ കോഴ്സ് ഡ്യൂറേഷനിലൂടെ നിങ്ങൾക്ക് കവർ ചെയ്യുന്നതായിരിക്കും വിതൗട്ട് എനി കോംപ്രമൈസ്. ഓക്കെ, സോ അതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇതൊരു ഓൺലൈൻ കോഴ്സ് ആണെങ്കിൽ പോലും നിങ്ങളുടെ എല്ലാവരുടെയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഡെയിലി ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് ചെയ്യണം. അതോടൊപ്പം തന്നെ ക്ലാസ് കണ്ടു കഴിഞ്ഞ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ മന്തും നിങ്ങൾക്ക് വേണ്ടി മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതെല്ലാവരും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. റൈറ്റ്, സോ SSC സ്റ്റുഡൻസ് ആയാലും RRB ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആയാലും 2 എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനായാലും ഇതെന്താണ്, ബാധകമാണ്. അതനുസരിച്ചിട്ടുള്ള PYQസും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അടങ്ങുന്ന എക്സാമിൻ്റെ അതേ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാ മന്തും അവൈലബിൾ ആയിരിക്കുക. അതനുസരിച്ച് നിങ്ങൾക്ക് മാർക്കിംഗ് ചെയ്ത് പേഴ്സണലി നിങ്ങൾക്കത് അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാർക്ക് നോക്കിയിട്ട് അല്ലേ, നിങ്ങളുടെ മാർക്സ് അനലൈസ് ചെയ്തിട്ട് എങ്ങനെ ഏത് ടോപ്പിക്കാണ് നിങ്ങളുടെ സ്ട്രോങ് പോയിൻറ്റ്, അല്ലെങ്കിൽ ഏത് സബ്ജക്ട്സ് ആണ് നിങ്ങളുടെ വീക്ക് പോയിൻറ്റ്, അതെങ്ങനെ നമുക്ക് ബെറ്റർ ആക്കി എടുക്കാം എന്നുള്ള എല്ലാം നിങ്ങളുടെ മെൻറ്ററോടൊപ്പം നിങ്ങൾക്ക് മെൻറ്റർ ഒപ്പം നിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അതിനെല്ലാം എന്ത് ചെയ്യണം, നിങ്ങൾ ആക്റ്റീവായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൺഫിഡൻറ്റോടുകൂടി അല്ലേ. എല്ലാവർക്കും ഓരോരോ സബ്ജക്റ്റുകളായിരിക്കും വീക്ക് ആൻഡ് സ്ട്രോങ് ആയിരിക്കുക. ചിലവർക്ക് ഇംഗ്ലീഷ് സ്ട്രോങ് പോയിൻ്റ് ആയിരിക്കാം, പക്ഷേ ആ കുട്ടിക്ക് മാത്സ് ഭയങ്കര വീക്കായിരിക്കാം. ചിലവർക്ക് GK ഓൾറെഡി ഭയങ്കര നോളേജ് ഉണ്ടാവും, പക്ഷേ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ താരതമ്യം വീക്കായിരിക്കും. എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ സ്ട്രോങ് പോയിൻറ്റ്സും വീക്ക് പോയിൻറ്റ്സും മനസ്സിലാക്കി അത് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ എക്സാമിൻ്റെ ആദ്യ ഘട്ടം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. സോ അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ മെൻറ്ററിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ക്ലാസ്സുകൾ വൈകിപ്പിക്കരുത്. അതാത് ദിവസത്തെ ക്ലാസ്സുകൾ അന്നന്ന് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താണ്, അത്രയും ബെനിഫിഷ്യൽ ആയിരിക്കും. അതൊക്കെയാണ് ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ പറയാൻ വിട്ടുപോയി, കറണ്ട് അഫയേഴ്സ്.
നമുക്ക് ഗവൺമെൻറ് എക്സാമിന്, എസ്പെഷ്യലി സെൻട്രൽ ഗവൺമെൻറ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ്. ന്യൂസ് പേപ്പർ വായിച്ച് ശീലമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദു ന്യൂസ് പേപ്പറാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ന്യൂഡൽഹി എഡിഷനോ തിരുവനന്തപുരം എഡിഷനോ ഏത് വേണമെങ്കിലും നമുക്ക് പ്രിഫർ ചെയ്യാം. ഗവൺമെൻറ് എക്സാംസിന് മെയിൻലി ഹിന്ദു ന്യൂസ് പേപ്പറാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിലൂടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വായനാശീലം വളരെ നല്ലതാണ്. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സും പഠിച്ചെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് വൊക്കാബുലറി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഡിഫറെൻറ്റ് വേർഡ്സ്, അതിൻ്റെ ആൻറ്റണിംസ്, സിനോണിംസ്, നമ്മൾ ഇന്ന് വരെ കേൾക്കാത്തതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള വേർഡ്സ് എല്ലാം നമുക്ക് ന്യൂസ് പേപ്പറിൽ പ്രൊഫഷണൽ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പലതരം പദപ്രയോഗങ്ങൾ, ഇഡിയംസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SSCയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. RRB സ്റ്റുഡൻസിന് നമുക്ക് എന്തില്ല, ഇംഗ്ലീഷില്ല. അതിൻ്റെ നമുക്ക് പിന്നീട് അതിലോട്ട് വരാം. പക്ഷേ കറണ്ട് അഫയേഴ്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ വായിച്ച് ശീലമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡെയിലി ഹിന്ദു വരുത്താനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതുകൂടെ കണക്കിലാക്കിയിട്ട് നമ്മൾ ഡെയിലി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ്, അതും ഹിന്ദുവിൽ നിന്നും ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള ലീഡിങ് ന്യൂസ് പേപ്പേഴ്സിൽ നിന്ന് നമ്മൾ എടുക്കുന്ന കറണ്ട് അഫയേഴ്സ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട്, അല്ലേ, ന്യൂസ് പേപ്പറിൽ നമുക്ക് എക്സാമിന് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്സാമിന് വേണ്ടത്, നമ്മുടെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കണ്ടൻസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു PDF രൂപത്തിൽ എന്താണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതെന്ത് ചെയ്യണം, നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിലും അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. സോ ഡെയിലി കറണ്ട് അഫയേഴ്സും നിങ്ങൾ ഫോളോ ചെയ്ത് പോകണം. പറ്റുമെങ്കിൽ ഒരു ചെറിയൊരു നോട്ട്ബുക്കിൽ ഡെയിലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എഴുതി വെക്കുക. ഓക്കെ, സോ അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുമ്പോൾ പിന്നീട് എക്സാമിൻ്റെ ടൈമിൽ ആ PDF തപ്പി നടക്കേണ്ടി വരില്ല. ഓരോ ഡേറ്റും വർഷവും എഴുതി നമുക്കൊരു 1.5 years, മാക്സിമം 2 years ബാക്ക് വരെയാണ് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് കറണ്ട് അഫയേഴ്സ് ചോദിക്കാറുള്ളൂ സാധാരണഗതിയിൽ. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങുക. ഓക്കെ, കറണ്ട് അഫയേഴ്സിൽ എന്തൊക്കെയാണ് ഈ എക്സാമിന് വരുന്നത് എന്നുള്ളത് നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ പറയാം. സോ ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഏതൊക്കെ എക്സാമുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സിലൂടെ നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്നത് എന്ന് നോക്കാം, അല്ലേ. എനിക്കറിയാം നമ്മൾ മെയിൻലി ഏതൊക്കെ കോഴ്സുകളാണ് ഫോക്കസ് ചെയ്യുന്നത്, SSC ആൻഡ് RRB, അല്ലേ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എല്ലാ വർഷവും അനേകം എക്സാമുകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, അതായത് RRBയുടെ എക്സാംസും. ഇത് കൂടാതെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെൻറ്റ്സ്, കോർപ്പറേഷൻസ് എല്ലാം അനേകം എക്സാമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വർഷവും നടത്തുന്നുണ്ട്. രസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ SSC ആയാലും RRB ആയാലും വേറെ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമുകളായാലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സിലബസ് ഭയങ്കര സിമിലറാണ് എന്നുള്ളതാണ്. ആദ്യം നമുക്ക് നമ്മുടെ മെയിൻ ഫോക്കസ് ആയിട്ടുള്ള SSC ആൻഡ് RRB എക്സാംസിൻ്റെ സിലബസിനെ പറ്റി ഒന്ന് നോക്കാം, അല്ലേ. ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്ന SSCയുടെ CGL, അതുപോലെ തന്നെ CHSL, പിന്നെ 10th ലെവൽ എക്സാം ആയിട്ടുള്ള MTS. അതോടൊപ്പം എല്ലാ വർഷവും SSC നടത്തുന്ന മറ്റൊരു എക്സാമാണ് സെലക്ഷൻ പോസ്റ്റ്, ഇല്ലെങ്കിൽ ഫേസ് 14 എന്നായിരുന്നു ഈ വർഷം അറിയപ്പെട്ടിരുന്നത്. സിലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പോസ്റ്റുകളെ വേണ്ടി റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന എക്സാം. വീണ്ടും നമുക്ക് GDയും ഉണ്ട്, അല്ലേ, ജനറൽ ഡിഫൻസ് ടെസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്, SSC എല്ലാ വർഷവും നടത്തുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്കറിയുന്ന SSC നടത്തുന്ന കുറച്ച് എക്സാം. RRB ആണെന്നുണ്ടെങ്കിലോ നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ഉണ്ട്, അല്ലേ, NTPC അണ്ടർ ഗ്രാജുവേറ്റ്, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയുടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ, അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ലെവൽ, ലെവൽ എക്സാംസ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് D എക്സാംസ്, അല്ലേ. ഒരു 10th 12th ലെവൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതാണ് ഗ്രൂപ്പ് D എക്സാംസ്. മെയിൻലി 10th ലെവലാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ വീണ്ടും ടെക്നിക്കലായിട്ടുള്ള അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്, JLP ജൂനിയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എക്സാമുകൾ നടത്തുന്നുണ്ട്. SSCയുടെയും എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ടും ഒരുപാട് എക്സാംസ് ഉണ്ട്. JE
ജൂനിയർ എഞ്ചിനീയറിൻ്റെ എക്സാംസും SSCയും നടത്താറുണ്ട്. അതെല്ലാം ടെക്നിക്കൽ എക്സാംസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. അതിന് എഞ്ചിനീയറിങ് അല്ലെങ്കിൽ സയൻസ് ഒരു വലിയ ഘടകമാണ്. പക്ഷേ ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ടുള്ളതാണ് നമ്മൾ പഠിക്കുന്ന സിലബസ്. എന്തൊക്കെയാണ്? മാത്സ്, റീസണിങ്, GK ആൻഡ് ഇംഗ്ലീഷ്. SSCക്ക് എന്തുണ്ട്? ഇംഗ്ലീഷ് ഉണ്ട്. RRBക്ക് ഇംഗ്ലീഷ് ഇല്ല. ഓക്കെ, നമുക്ക് പഠിക്കുന്ന 4 ടോപ്പിക്കുകളാണ്. ആദ്യം തന്നെ മാത്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തതാണ് ജനറൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ റീസണിങ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ കോമൺ സെൻസും പാറ്റേൺ റെക്കഗ്നിഷനും എല്ലാം ടെസ്റ്റ് ചെയ്യുന്ന ഒരു പസിൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് റീസണിങ്ങിൽ വരുന്നത് അല്ലേ. അതുപോലെ തന്നെ മൂന്നാമതാണ് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ നാലാമത്തെയാണ് നമ്മുടെ ജനറൽ നോളജ് അല്ലെങ്കിൽ GK. ഈ 4 സബ്ജക്റ്റുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഈ എക്സാമുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ മാസ്റ്റർ ചെയ്യേണ്ട 4 സബ്ജക്റ്റുകൾ. ഇതെല്ലാം ഒരു 12th ലെവലാണ് എല്ലാ സബ്ജക്റ്റുകളും വരാറുള്ളൂ. എക്സെപ്റ്റ് GK നമുക്ക് അങ്ങനെ ഒരു 12th ലെവൽ 10th ലെവൽ എന്ന് പറയാനില്ല. നമുക്ക് ഇന്ത്യയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള GK ആണ് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൽ കൂടുതൽ കാണാറുള്ളത്. അതായത് ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യൻ ജിയോഗ്രഫി, ഇന്ത്യയുടെ സാഹിത്യം, കല, ഡാൻസ് ഫോംസ്, ഇന്ത്യയിലെ ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങൾ, ഇന്ത്യയുടെ നദികൾ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തൊട്ട് പ്രാചീന കാലത്തുള്ള ഗുപ്ത എംപയർ, ചോളന്മാർ, അതുമുതലുള്ള ചരിത്രം, ഇതെല്ലാം എന്ത് വരുന്നുണ്ട്? GKയിൽ വരുന്ന കുറച്ച് ടോപ്പിക്കുകളാണ്. ഓക്കെ, നമുക്ക് സിലബസ് നമ്മുടെ ക്ലാസ്സുകൾ എടുക്കും തോറും നമുക്ക് വിശദമായിട്ട് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് എന്നുള്ളതിലേക്ക് പോകാം. ആദ്യം ഈ 4 സബ്ജക്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലൂടെ നിങ്ങൾ ഏതൊക്കെ എക്സാമിന് വേണ്ടിയിട്ടാണ് തയ്യാറെടുക്കുന്നത്? CGL, CHSL, MTS, സെലക്ഷൻ പോസ്റ്റ്, GD, NTPC, ഏതൊക്കെ ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് 12th ലെവലാണ്. 12th ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് NTPC അണ്ടർ ഗ്രാജുവേറ്റ് അറ്റൻഡ് ചെയ്യാം. CGLൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഡിഗ്രിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്ത് വേണം? ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം. മാസ്റ്റേഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിനും എഴുതാം, അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഒന്നുമില്ല. മിനിമം ക്വാളിഫിക്കേഷനാണ് ഡിഗ്രി കേട്ടോ, ഏത് സബ്ജക്റ്റിലും ആയിക്കോട്ടെ. അതുപോലെ തന്നെ CHSL എന്ന് പറയുന്നത് ഒരു 12th ലെവൽ എക്സാമാണ്. MTS ഒരു 10th ലെവൽ എക്സാമാണ്. മിനിമം ക്വാളിഫിക്കേഷൻ മെട്രിക്കുലേഷൻ ആണ്, ഇല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡാണ്. സെലക്ഷൻ പോസ്റ്റിൽ ഈ 3 കാറ്റഗറിയിൽ നിന്നും വരാം. സെലക്ഷൻ പോസ്റ്റ് എന്നവർ ഉദ്ദേശിക്കുന്നത് ഈ 3 മെയിൻ എക്സാമുകളിലും പെടാത്ത കുറച്ച് വേക്കൻസികളുള്ള, ഇടയ്ക്ക് എല്ലാ വർഷവും അനൗൺസ് ചെയ്യപ്പെടുന്ന കുറച്ച് വേക്കൻസികൾ മാത്രമുള്ള പോസ്റ്റുകളുണ്ട്. അതിനെ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പാക്കി അവർ തരുന്നതാണ് ഈ സെലക്ഷൻ പോസ്റ്റ്. അതിൽ ഡിഗ്രി ലെവൽ പോസ്റ്റുകൾ ഉണ്ടാവാം, 12th ലെവൽ ഉണ്ടാവാം, 10th ലെവൽ ഉണ്ടാവും. ചില സമയത്ത് മാസ്റ്റേഴ്സും വേണ്ടി വരുന്ന കുറച്ച് പോസ്റ്റുകളും എന്തിൽ വരാറുണ്ട്? സെലക്ഷൻ പോസ്റ്റിൽ വരാറുണ്ട്. ഓരോ വർഷവും അതിൻ്റെ ക്വാളിഫിക്കേഷനും വേക്കൻസികളും ഡിഫറൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ബേസിക്കലി ഈ സെലക്ഷൻ പോസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അതുപോലെ തന്നെയാണ് GD, ജനറൽ ഡിഫൻസ്. നമ്മുടെ CRPF, CISF എന്ന പോലെയുള്ള ആംഡ് പോലീസ് ബറ്റാലിയണിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതാണ് GD എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, 12th ആണ് നിങ്ങൾക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ. ഓക്കെ, GDക്കും എന്ത് തന്നെയാണ്? നമുക്ക് ഈ 4 സബ്ജക്റ്റുകളാണ് വരുന്നത്. ഈ എല്ലാ 5 ലെവൽസ് ഓഫ് എക്സാംസിനും നമുക്ക് ഈ 4 സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത്. ഓൾസോ RRBയും അങ്ങനെ തന്നെയാണ്. റെയിൽവേയും NTPC ഗ്രാജുവേറ്റ് ലെവൽ ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, ഗ്രൂപ്പ് D ആയിക്കോട്ടെ, നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ ഏത് തന്നെയാണ്? മാത്സ്, റീസണിങ്, GK. ഓക്കെ, SSC ആകുമ്പോൾ നമുക്ക് ഇംഗ്ലീഷുമുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ കോഴ്സിലൂടെ, അല്ലെങ്കിൽ നമുക്ക് ഈ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ. ഈ സബ്ജക്റ്റുകളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കംപ്ലീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എന്താണ് പിന്നെ ഈ ഡിഫറെൻറ്റ് എക്സാമുകൾ തമ്മിലുള്ളൊരു വ്യത്യാസം? സബ്ജക്റ്റ് എല്ലാം സെയിം ആണെന്നുണ്ടെങ്കിലോ, സിലബസ് സെയിം ആണെന്നുണ്ടെങ്കിലോ എന്താണ് ഒരു വ്യത്യാസം വരുന്നത്? മെയിൻലി എക്സാമിൻ്റെ പാറ്റേണിലാണ്, എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫിക്കൽട്ടിയിലാണ് നമുക്ക് ഓരോ ടിയറിലുള്ള എക്സാമുകളിലും ഡിഫറൻസ് കാണപ്പെടുന്നത്. ആദ്യം തന്നെ CGL ആയിക്കോട്ടെ, ഒരു ഡിഗ്രി ലെവൽ എക്സാമാണ്. അത് റിക്രൂട്ട് ചെയ്യുന്നത് ഓഫീസർ ലെവൽ പോസ്റ്റുകളിലേക്കാണ്. അപ്പോൾ താരതമ്യം മറ്റുള്ള എക്സാമുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം ഡിഫിക്കൽട്ടിയും അതുപോലെ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട രീതിയും എന്തായിരിക്കണം? ഡിഫറൻ്റ് ആയിരിക്കണം.
CHSL 12th ലെവൽ ആണ് നിങ്ങളുടെ മിനിമം ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത്. ഒരു ക്ലർക്ക് ലെവൽ പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് CHSL റിക്രൂട്ട് ചെയ്യുന്നത്. MTS ആയിക്കോട്ടെ 10th ലെവലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസും കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിരിക്കും എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് മുമ്പ് പ്രതീക്ഷിക്കാം. സെലക്ഷൻ പോസ്റ്റിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഓരോ പോസ്റ്റുകൾ അനുസരിച്ചിട്ടായിരിക്കും അത് വിളിക്കുക. അതനുസരിച്ചിട്ടുള്ള പാറ്റേൺ എന്ത് വരും, വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ നമുക്ക് എക്സാമിനുള്ള സിലബസ് കോറായിട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് എന്താണ്, SSCക്കും RRBക്കും സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ സിലബസ് കവർ ചെയ്യും തോറും നിങ്ങൾക്ക് ഈ 2 എക്സാമിനും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ നമ്മൾ തയ്യാറെടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് എക്സാമിന് ഫോക്കസ് ചെയ്യണം എന്നുള്ളത് എന്താണ്, നിങ്ങളുടെ ഫ്രീഡമാണ്. അത് നിങ്ങൾ മെൻറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട്, ചിലവർക്ക് SSC CGL ആണ് മനസ്സിൽ നല്ല ആഗ്രഹം അല്ലേ, ചിലവർ RRB NTPCക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കുന്ന സിലബസ് സെയിം ആണെങ്കിൽ പോലും എന്താണ്, നിങ്ങൾക്ക് ഏത് എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠനത്തിനോടൊപ്പം തന്നെ ആ എക്സാമിന്, നിങ്ങളുടെ ഡ്രീം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, മെയിൻ ഫോക്കസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ എക്സാമുകൾക്കെല്ലാം എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. SSC RRB കൂടാതെ തന്നെ എല്ലാ വർഷവും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റൽ ആൻഡ് കോർപ്പറേറ്റ് എക്സാമുകൾ നടത്തുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഫുഡ് കോർപ്പറേഷൻ എല്ലാ വർഷവും എക്സാം വരാറുണ്ട്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എല്ലാ വർഷവും എക്സാമുകൾ നടത്താറുണ്ട്. ചില സമയത്ത് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടുള്ള എൻവിറോൺമെൻറ്റ് മിനിസ്ട്രി, അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഇൻ്റലിജൻസ് ബ്യൂറോ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം കോർ സിലബസ് എന്ത് തന്നെയാണ്, ഈ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് ആൻഡ് GK ആണ്. ഈ 4 സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടത്തുന്ന ഏതൊരു സെൻട്രൽ ലെവൽ ഇല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ എക്സാം പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ആസ്പിരൻ്റ് എന്ന നിലയിൽ നിങ്ങൾ ഏത് എക്സാം എഴുതാൻ പോകുന്നുവോ അതിനു മുമ്പ് ആ പാറ്റേൺ മനസ്സിലാക്കി അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ കോറായിട്ട് വരുന്ന ടോപ്പിക്കുകൾ എന്താണ്, എല്ലാം സെയിം തന്നെയാണ്. അത് കുറച്ചുകൂടെ അടുത്ത് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഫോർ എക്സാമ്പിൾ CGLൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ എന്തൊക്കെയാണ് അവർ സിലബസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, ഏതൊക്കെ പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് SSC CGL റിക്രൂട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് RRBയുടെയും ഒരു നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കാം അല്ലേ, ഏതൊക്കെ പോസ്റ്റുകളാണ് നമ്മൾ ഈ എക്സാമിലൂടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് ഒന്ന് വിശദമായിട്ട് നോക്കാം. ഓക്കെ, ഇത് SSC CGLൻ്റെ എന്താണ് ഒരു നോട്ടിഫിക്കേഷനാണ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് ഓഫ് ദ പോസ്റ്റ് എന്ന് പറഞ്ഞ് അവർ വ്യക്തമായിട്ട് എല്ലാ വർഷവും ഇവർ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാറുണ്ട്. അതിൽ ഏതൊക്കെ പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ വർഷവും വിളിക്കുന്നത്, അതിൻ്റെ സാലറി സ്കെയിൽ എത്രയാണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഏജ് ലിമിറ്റ് എന്താണ് എന്നെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. SSCയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ SSC CGL നമുക്ക് 18 വയസ്സ് മുതൽ 32 വയസ്സ് വരെയാണ് എഴുതാൻ പറ്റുന്നത്. അത് ഓരോ പോസ്റ്റ് അനുസരിച്ച് വ്യത്യാസം വരും. ചില പോസ്റ്റുകൾക്ക് 27 മാക്സിമം ഏജ് വരുന്നത്, ചില പോസ്റ്റുകൾക്ക് 30, ചില പോസ്റ്റുകൾക്ക് 32. അത് അവർ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി റിസർവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനും തരുന്നുണ്ട്. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാം അല്ലേ. ആദ്യം തന്നെ SSC CGLൻ്റെ കാര്യം എടുത്ത് നോക്കാം. SSC CGL ഇത് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനാണ്. അത് പ്രകാരം ആദ്യം തന്നെ പേ ലെവൽ 8ൽ 3 പോസ്റ്റുകൾക്കാണ് വിളിച്ചിട്ടുള്ളത്. ഈ 3 പോസ്റ്റുകളും ഗസറ്റഡ് പോസ്റ്റുകളാണ്. SSC CGL 2 ഡിപ്പാർട്ട്മെൻറ്റ്സിന് വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ 2 പോസ്റ്റുകളാണ് ഗസറ്റഡ് ആയിട്ട് വരുന്നത്. ഒന്നാമത്തത് അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസറും രണ്ടാമത്തത് അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസറും. ഈ 2 പോസ്റ്റുകളും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകളാണ്. ഇത് നോൺ മിനിസ്റ്റീരിയൽ ആണ്, ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഓക്കെ, ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ, ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റും മിനിസ്ട്രികളായിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ട് പ്രോസസ്സിൻ്റെ ചുമതല ആർക്കാണ്, ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യക്കാണ്. ഓക്കെ, നമ്മുടെ കേരളത്തിൽ ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ഓഫീസ് വരുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ. അതുപോലെ തന്നെ നാഷണൽ ലെവലിൽ എല്ലാ സ്റ്റേറ്റുകളിലും ഒരു ഓഫീസ് വരുന്നുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. അതുപോലെ തന്നെ അതാണ് ഇവിടെ സെൻട്രൽ കാഡർ എന്ന് പറഞ്ഞിട്ടും സ്റ്റേറ്റ് കാഡർ എന്ന് പറഞ്ഞിട്ടും 2 തരത്തിലിവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ് കാഡർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ഏത് സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ സ്റ്റേറ്റിൻ്റെ ഭാഷ പഠിച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിലാണ് നിങ്ങൾക്ക് ജോലി വേണ്ടത്,
ഒരു ഗസറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഓഡിറ്റർ ജനറലിൻ്റെ ഓഫീസിൽ ജോലി വേണ്ടതെങ്കിൽ 10th ലെവലിൽ മിനിമം മലയാളം എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ പഠിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഒരു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും മട്രിക്കുലേഷൻ ലെവലിലുള്ള ഒരു ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം. ഓക്കെ, അപ്പോൾ 10th ലെവൽ മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ ആൻഡ് അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ സ്റ്റേറ്റ് കാഡറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. സെൻട്രൽ കാഡറിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിർബന്ധമില്ല, നിങ്ങൾക്കൊരു ഡിഗ്രി മാത്രമാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടാം. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. സ്റ്റേറ്റ് കാഡറാണെന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് കേരളത്തിൽ മാത്രമായിരിക്കും പോസ്റ്റിംഗ് കിട്ടുക എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇത് ഹയസ്റ്റ് പേ ലെവലുള്ള പോസ്റ്റാണ്, പേ ലെവൽ 8 ആണ്. ബേസിക് പേ 47,600 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1,51,000 രൂപ വരെ എന്ത് പോകുന്നുണ്ട്, പേ സ്കെയിൽ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സാലറി പോകുന്നുണ്ട്. ഓക്കെ, ഏജ് ലിമിറ്റ് വരുന്നത് 30 years ആണ് മാക്സിമം ഏജ് വരുന്നത്. ഇതൊരു ഗ്രൂപ്പ് ബിയിൽ വരുന്ന ഗസറ്റഡ് പോസ്റ്റാണ്. അതുപോലെ തന്നെ വേറെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ് SSC CGL എന്ന് നമുക്ക് നോക്കാം. അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ വരുന്നുണ്ട്. അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണ്? ആദ്യം തന്നെ സെൻട്രൽ സെക്രട്ടേറിയറ്റിലേക്ക് വിളിക്കുന്നുണ്ട്, ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് വിളിക്കുന്നുണ്ട്, റെയിൽവേ മിനിസ്ട്രിയിലേക്ക് ഒരു ASO ആയിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാം, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലേക്ക് നിങ്ങൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മിനിസ്ട്രീസും ഓരോ വർഷവും വേക്കൻസി അനുസരിച്ച് ASOസിനെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വരുന്നതാണ് ഇൻസ്പെക്ടർ റോളിലേക്ക്, യൂണിഫോം പോസ്റ്റുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസിലേക്ക് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് CBDTയുടെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ട് ഇപ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അതെല്ലാം ഗ്രൂപ്പ് ബിയിൽ വരുന്ന പോസ്റ്റാണ്. മാക്സിമം ഏജ് 30 years ആണ് വരുന്നത് കേട്ടോ. ഇതെല്ലാം പേ ലെവൽ 7 വരുന്നതാണ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ കാണാം. ഇതുപോലെ തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് സബ് ഇൻസ്പെക്ടർ, സെൻട്രൽ ബ്യൂറോ CBIയിലേക്ക് സബ് ഇൻസ്പെക്ടറിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിലേക്ക് ഇൻസ്പെക്ടർ ലെവലിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇതുപോലെ ഡിഫറെൻറ്റ് പേ ലെവൽസിലേക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, NIA, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. അതുപോലെ തന്നെ വേറെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ. ഇതൊക്കെ ഒരുപാട് സോർട്ട് ആഫ്റ്റർ ആയിട്ടുള്ള പൊസിഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഈ CGL എക്സാമിലൂടെ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന, ഈ സ്ക്രീനിൽ കാണുന്നതല്ല, നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന പോസ്റ്റുകൾ. എല്ലാ വർഷവും എന്ത് ചെയ്യാറുണ്ട്, SSC CGL വിളിക്കാറുണ്ട്. കറക്റ്റ് വേക്കൻസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും എന്താണ്, നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. ഓക്കെ, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ എത്ര ഉയർന്ന് നിൽക്കുന്നോ അതനുസരിച്ച് നിങ്ങൾക്ക് ഏത് പോസ്റ്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം കിട്ടും. നിങ്ങളുടെ പേര് അതിൽ വന്നു കഴിഞ്ഞാൽ ഒരു ജോലി ഉറപ്പാണ്. അത് കാരണം നിങ്ങൾ ആ കാര്യത്തിൽ ഭയപ്പെടേണ്ടതില്ല. അവരുടെ കണക്കെല്ലാം കൃത്യമായിരിക്കും. അതാണ് എല്ലാവരും ഈ സെൻട്രൽ ഗവൺമെൻറ് ജോലികളോടൊരു അട്രാക്ഷൻ അല്ലേ. അവർ ഉള്ള വേക്കൻസിക്ക് മാത്രമേ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് വിളിക്കാറുള്ളൂ. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു മാർക്കിംഗ് സ്കീം എന്ന് നോക്കാം അല്ലേ. എക്സാമിൻ്റെ പാറ്റേൺ നമുക്ക് നോക്കാം. ഇതിവിടെ നമുക്ക് ഏജ് ലിമിറ്റും അതിൻ്റെ റിലാക്സേഷനും നമുക്കിവിടെ തന്നിട്ടുണ്ട്. കാറ്റഗറി അനുസരിച്ച് SC ST ആണെങ്കിൽ 5 years ആണ് മാക്സിമം ഏജ് ലിമിറ്റ്. ഇപ്പോൾ 30 years ആണ് ഒരു ഏജ് ലിമിറ്റ് ഒരു പോസ്റ്റിനെങ്കിൽ 35 ആണ് നമുക്ക് SC ST കാറ്റഗറി റിസർവേഷൻ ഉണ്ടെങ്കിൽ. OBCക്കാർക്ക് 3 വർഷമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള എന്താ പറയുക ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് 10 വർഷം തൊട്ട് 13 വർഷം കാറ്റഗറി വൈസ് അതിനും നമുക്ക് എന്തുണ്ട്, റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമുക്ക് റിലാക്സേഷൻ്റെ ഏജ് ലിമിറ്റിൻ്റെ കാര്യത്തിൽ. അതുപോലെ ഇനി നമുക്ക് എക്സാമിൻ്റെ പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കാം. എന്തൊക്കെയാണ് നമ്മുടെ ഈ 4 സബ്ജക്റ്റ് എങ്ങനെയാണ് പാറ്റേൺ ആയിട്ട് വരുന്നതെന്നുണ്ട്. SSC CGLൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 tier ആയിട്ടാണ് എക്സാം, Tier 1 ആൻഡ് Tier 2. Tier 1ൻ്റെ നമുക്ക് നോക്കാം കേട്ടോ. ഇതാണ് സ്കീം ഓഫ് Tier 1 എക്സാമിനേഷൻ. Tier 1-ന് നമുക്ക് 4 സബ്ജക്റ്റുകളാണ്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവെയർനെസ് അഥവാ GK,
ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അഥവാ മാത്സ്, പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ. Tier 1 എല്ലാ 100 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ വെയിറ്റേജ് ആണ്, അതായത് 25 ക്വസ്റ്റ്യൻസ് ആണ് ഈച്ച് സബ്ജക്റ്റിന് ഉണ്ടാവുക. മാക്സിമം മാർക്ക് ഓഫ് 50 ഈച്ച്. അപ്പോൾ 50 × 4 ടോട്ടൽ 200 മാർക്സിലാണ് നമുക്ക് എന്ത് വരുന്നത്, എക്സാം, Tier 1 എക്സാം വരുന്നത്. Tier 1 എക്സാം നമുക്ക് ക്വാളിഫയിങ് ആണ്. അവരൊരു കട്ട് ഓഫ് പ്രഖ്യാപിക്കും. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ Tier 2 എക്സാമിന് എന്താണ്, ക്വാളിഫൈഡ് ആണ്. ഓക്കെ, സോ Tier 1 എക്സാമിന് നമുക്ക് ടൈം വരുന്നത് 1 hour ആണ് കേട്ടോ. നിങ്ങൾക്ക് 1 hour 20 minutes. നിങ്ങൾക്കൊരു സ്ക്രൈബിനെ, ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രൈബിനെ റിക്രൂട്ട് ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് 1 hour 20 minutes ആണ്. അല്ലെങ്കിൽ നോർമലി നമുക്ക് 1 hour ആണ് ടൈം ലിമിറ്റ് വരുന്നത്. മാക്സിമം മാർക്ക് 50. അതുപോലെ തന്നെ ഈ വർഷം മുതൽ ഒരു പാറ്റേണിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇത് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. നമുക്ക് എന്താണ്, സെക്ഷണൽ ടൈമേഴ്സ് വന്നിട്ടുണ്ട്. സോ ഇനി മുതൽ ഓരോ സബ്ജക്റ്റിനും 15 minutes ആണ് നമുക്ക് ടൈമർ വന്നിട്ടുള്ളത്. ഇതുവരെ മുമ്പ്, അതായത് നമുക്ക് ഇക്വിഡിറ്റിയാണ് ഇപ്പോൾ ഈ എക്സാം, ഇക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ എക്സാം ഇപ്പോൾ നടത്തുന്നത്. ഇതിനു മുമ്പ് ആരായിരുന്നു എന്നറിയോ, നമുക്ക് നമ്മുടെ ടാറ്റയായിരുന്നു എക്സാം നടത്തുന്നുണ്ടായിരുന്നു, അതായത് TCS എക്സാം നടത്തുന്ന ടൈമിൽ ഇതുപോലൊരു ടൈമർ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് എഴുതായിരുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്ക് ആദ്യം GK അറ്റൻഡ് ചെയ്യാം. GK വളരെ വേഗം ചെയ്യാം അല്ലേ, ക്വസ്റ്റ്യൻ വായിക്കുക, ഓപ്ഷൻ കുത്തുക എന്നുള്ളതാണ് നമുക്ക് GKയിൽ ചെയ്യാമെന്നുള്ളത്. മാത്സ് പോലെ നമുക്ക് ഒരുപാട് കാൽക്കുലേറ്റ് ചെയ്യാനോ അങ്ങനെ ഇല്ല. നമുക്ക് പഠിച്ചത് വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഇനി മുതൽ അങ്ങനെ പറ്റില്ല. ഓരോരോ സെക്ഷനായിട്ട് തന്നെയാണ്. ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യണം. 15 minute ആണ് ഓരോ സെക്ഷനും ടൈമർ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പഠിക്കാനും. സോ ഇനി മുതൽ എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓൾറെഡി സ്പീഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഓരോ സെക്ഷനും മാത്സിന് 15 minute ആണ്, റീസണിങ്ങിന് 15 minute ആണ്, ഇംഗ്ലീഷിന് 15 minute ആണ്, GKയ്ക്കും 15 minute ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ടൈം. സോ സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 25 ക്വസ്റ്റ്യൻ മാത്സിൻ്റെ ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെ കിട്ടും, നമുക്ക് സിലബസ് പഠിക്കണം. സിമ്പിളാണ്. ഏതൊരു മനുഷ്യനെ കൊണ്ടും എന്താണ് 6 മാസത്തിനുള്ളിൽ സിലബസ് പഠിച്ചു കഴിയും. പക്ഷെ അതല്ല അവർക്ക് വേണ്ടത്. ഓക്കെ, നമ്മൾ സ്കൂളിലും കോളേജിലും പോകുന്ന പോലെയല്ല, അതല്ല അവർ ഉദ്ദേശിക്കുന്നത്. എക്സാമിനർ എന്താണ് പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അവരിതിലൂടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ 15 minutes ആകുമ്പോൾ അവർ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തരില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചതും 1 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ്. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം കോൺസെപ്റ്റ് പഠിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ പഠിക്കുന്ന കോൺസെപ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, പ്രാക്ടീസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ എടുത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ നിങ്ങളുടെ മനസ്സിൽ ഇംപ്രിൻ്റ് ആയിരിക്കും അല്ലേ. നമ്മൾ രാവിലെ എണീച്ച് പല്ല് തേക്കുന്ന പോലെ നമ്മൾ രാവിലെ എണീച്ച് എന്നും മാത്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്കൊരു പ്രോബ്ലമായിട്ടേ നമ്മൾ കാണില്ല അല്ലേ. നമ്മളത് ഓട്ടോമാറ്റിക്കലി ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പെന്നും പേപ്പറും എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സിൽ അത് വരും. അതങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാലം എന്താണ് അങ്ങനെയല്ല പഠിച്ചിട്ടുള്ളത് അല്ലേ. നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ആയിക്കോട്ടെ, നമ്മളൊരു എക്സാം പാസ്സാവാനുള്ള മാർക്കിന് വേണ്ടിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഇഷ്ടംപോലെ ടൈം നമുക്ക് സ്കൂളിലും കോളേജിലും ഓരോ എക്സാമിനും കിട്ടിയിരുന്നു. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല. ഒരു അലോട്ടഡ് ടൈമുണ്ട്, അതിനുള്ളിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇവർക്ക് അവിടെ സ്റ്റെപ്പ് എഴുതി കാണിച്ചു കൊടുക്കണ്ട. നിങ്ങൾക്ക് 4 ഓപ്ഷൻ ഉണ്ടാവും, അതിലൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അപ്പോൾ അതനുസരിച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നിങ്ങൾക്ക് പലതരം ട്രിക്സ് ഉണ്ട്. ഓപ്ഷൻസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ ഏത് ഓപ്ഷൻ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചെറിയ ടൈമിൻ്റെ ഉള്ളിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കും. അപ്പോൾ അതിലൊന്നും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ എങ്ങനെയാണ്, ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വീക്ക് എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. നമ്മുടെ മോക്ക് ടെസ്റ്റ് എല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ എല്ലാം പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളുടെ മെൻറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ കൂടെ വേണം.
അപ്പോൾ ഇതാണ് ടിയർ 1-ൻ്റെ ഒരു എക്സാമിനേഷൻ പാറ്റേൺ. ക്ലിയർ അല്ലേ? 4 സബ്ജക്റ്റുകൾ ഈക്വൽ വെയിറ്റേജ് 25 ക്വസ്റ്റ്യൻ വെച്ചുണ്ടാവും. ഓരോ സബ്ജക്റ്റിനും 15 മിനിറ്റ് ടൈം ഉണ്ടാവും. 2 മാർക്കാണ് ഒരു ശരി ഉത്തരത്തിന്. നെഗറ്റീവ് മാർക്സ് വരുന്നത് തെറ്റ് ഉത്തരത്തിന് എന്താണ് നെഗറ്റീവ് 0.5 ആണ് വരുന്നത്. ഇല്ലെങ്കിൽ അര മാർക്ക് തെറ്റിന്, 2 മാർക്ക് വീതം ശരി ഉത്തരത്തിന്. ഓക്കെ, ഇനി ഇത് നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ടിയർ 2 എക്സാമിനേഷൻ വരുന്നത്. ടിയർ 2 എക്സാമിനേഷനും നമ്മുടെ സിലബസ് എന്താണ്, മാറ്റങ്ങളൊന്നും വരുന്നില്ല. സെയിം സിലബസ് ആണ്. ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് ആൻഡ് GK. ടോപ്പിക്സും സെയിം തന്നെയാണ്. വ്യത്യാസം എക്സാമിൻ്റെ പാറ്റേണിലാണ്. ഇതെന്താണ്, പാറ്റേൺ മാറി കുറച്ചും കൂടെ വലിയൊരു എക്സാം, ഇല്ലെങ്കിൽ മൊത്തം 2 hours and 15 minutes ആണ് ഈ എക്സാമിൻ്റെ ടൈം വരുന്നത്. 3 സെക്ഷൻ ആക്കിയിട്ടാണ് ഈ എക്സാമിനെ തിരിച്ചിരിക്കുന്നത്. ഓക്കെ, സെഷൻ 1-ൽ നമുക്ക് നമ്മുടെ ഈ 4 സബ്ജക്റ്റുകളാണ്. മാത്സ്, റീസണിങ് വരുന്നുണ്ട്. ടോട്ടൽ 60 വെച്ചിട്ട് 180 മാർക്സ് ആണ് സെഷൻ 1-ൽ വരുന്നത്. ഓക്കെ, മാത്സും റീസണിങ്ങും. സെഷൻ 2-ൽ വരുന്നതാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് GK. ഇംഗ്ലീഷ് നമുക്ക് രണ്ടാമത്തെ തിയർ എത്തുമ്പോഴേക്കും 45 മാർക്കായിട്ട് ഉയർന്നിട്ടുണ്ട്. അത് നമുക്ക് ടോട്ടൽ അപ്പോൾ എത്ര വരുന്നുണ്ട്, 210 മാർക്കാണ്. അത് GKയും ഇംഗ്ലീഷും കൂടെ, അതുപോലെ തന്നെ നമ്മുടെ 2 സെക്ഷനും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ, 210 മാർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെക്ഷൻ 3 എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സെക്ഷനും കൂടി ഉണ്ട്. അതാണ് നമ്മുടെ കമ്പ്യൂട്ടർ നോളേജ് ടെസ്റ്റ്. ഓക്കെ, കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള റാം എന്താണ്, CPU എന്താണ്, നമ്മൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഒരുപാട് ടെൻഷൻ അടിക്കാനില്ല. ബേസിക് ആയിട്ടുള്ള ഹാർഡ്വെയർ എന്താണ്, ഇനിയിപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ശീലമില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സിലബസിൽ അത് കവർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അതിൽ വരുന്ന അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, എക്സൽ എന്താണ്, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഒരു IT നോളേജ് ചെക്ക് ചെയ്യുന്നതാണ് ഈ കമ്പ്യൂട്ടർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ക്വാളിഫയിങ് എക്സാമാണ്. നിങ്ങൾ മിനിമം മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ സെക്ഷൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ്. ചില പോസ്റ്റുകൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ CBDT ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ടാക്സ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ DEO എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഉണ്ട്. JSO സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറയുന്ന ചില പോസ്റ്റുകൾക്ക് വേണ്ടി നമുക്ക് ക്വാളിഫൈ ആവണമെങ്കിൽ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് പാസ്സാവണം. ഓക്കെ, ഇതെല്ലാം ടൈപ്പിംഗ് ഉൾപ്പെടുന്ന ജോലികളായതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോസ്റ്റുകൾക്കും പിന്നെ എക്സ്ട്രാ കുറച്ച് പോസ്റ്റുകൾക്കും വേണ്ടിയിട്ട് ഈ ടൈപ്പിംഗ് ടെസ്റ്റ്, നിങ്ങൾക്ക് ആ പോസ്റ്റുകളാണ് ആഗ്രഹമെങ്കിൽ ഈ ടൈപ്പിംഗ് ടെസ്റ്റ് എന്ത് ചെയ്യണം, നിങ്ങൾ പാസ് ചെയ്യണം. ഇത് ഒരു 450 വേർഡ്സ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ ക്വാളിഫയിങ് ആണ്. 15 മിനിറ്റാണ് ടൈം തരിക. അതിനുള്ള ഒരു പാരഗ്രാഫ് തരും. അത് എന്ത് ചെയ്യണം, നിങ്ങൾ അധികം തെറ്റുകളൊന്നും കൂടാതെ ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കണം. അത്രയാണ് അതിൽ ഉൾപ്പെടുന്നത് കേട്ടോ. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ പോസ്റ്റുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ പോസ്റ്റുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ പേപ്പർ ഉണ്ട്. അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ പേപ്പർ ഉണ്ട്. അത് നമ്മൾ അപ്ലിക്കേഷൻ സമയത്ത് അവർ ചോദിക്കും, നിങ്ങൾ ഈ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ടോ. ഈ പോസ്റ്റുകൾക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 12th ഡിഗ്രി ലെവലിലും മാത്സ് വേണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം കൂടെ എഴുതേണ്ടി വരും. ഓക്കെ, പിന്നെ നമ്മുടെ ആദ്യം നമ്മൾ പറഞ്ഞ ഗസറ്റഡ് പോസ്റ്റുകളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ പേപ്പറായിട്ടുള്ള ജനറൽ സ്റ്റഡീസ്, ഫൈനാൻസ് ആൻഡ് എക്കണോമിക്സ് എന്ന് പറഞ്ഞ് 100 മാർക്കിൻ്റെ അല്ലെങ്കിൽ 200 മാർക്കിൻ്റെ 100 ക്വസ്റ്റ്യൻ വരുന്ന ഒരു പേപ്പറും കൂടെ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അല്ലാതെ ഉള്ളവർക്ക് ജസ്റ്റ് എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടർ ടെസ്റ്റ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് ആൻഡ് GK മാത്രം എഴുതിയാൽ മതിയാവും. ഇതൊക്കെയാണ് സെക്ഷൻ 2-ൻ്റെ കാര്യം. അപ്പോൾ CGLനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതവിടെ നമുക്ക് സിലബസ് തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് എക്സാമിന് വരിക എന്നുള്ളത് ഇവരിവിടെ തന്നിട്ടുണ്ട്. അതുകൂടെ നമുക്ക് വേഗം ഒന്ന് ഓടിച്ചു നോക്കാം. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ എന്തൊക്കെയാണ് വരിക, വെർബൽ റീസണിങ് ഉണ്ട്, നോൺ വെർബൽ റീസണിങ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അരിത്തമെറ്റിക്കൽ റീസണിങ്, ക്ലാസിഫിക്കേഷൻ, നമ്പർ സീരീസ്, നോൺ വെർബൽ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻ, സിലോജിസം എന്ന് പറയുന്ന സെമാൻറ്റിക് അനലോഗി എന്ന് വിളിക്കാറുണ്ട്, ഫിഗറൽ ക്ലാസിഫിക്കേഷൻ, സീരീസ്, നമ്പർ സീരീസ്, വേൾഡ് ബിൽഡിംഗ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, നമ്പർ സിസ്റ്റം, വെൻ ഡയഗ്രാം, ഇതുപോലെയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഇതിൽ വരുന്നുണ്ട്. ഫുൾ സിലബസ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഇതെല്ലാം ചാപ്റ്റർ വൈസാക്കി നമ്മൾ തിരിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ GK, ജനറൽ അവെയർനെസ്, നമുക്ക് ബേസിക്കലി
ഇന്ത്യയെ ഫോക്കസ് ചെയ്തിട്ടാണ് CGL കൂടുതലും ചോദിക്കാറുള്ളത്. ഇൻ്റർനാഷണൽ ഇൻസിഡൻസ് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് വരാറുള്ളത്. ഇന്ത്യയുടെ സാഹിത്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിസ്റ്ററി, പൊളിറ്റി, ജിയോഗ്രഫി, ഇന്ത്യയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, അവാർഡുകൾ, ഇതെല്ലാം എന്ത് വരുന്നുണ്ട്, GK വരുന്നുണ്ട്. സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് GK ക്ലാസ്സസ് വരുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാം. മാത്സും അതുപോലെ തന്നെയാണ്. മാത്സ് നമുക്കൊരു 12th ലെവൽ വരെ നമ്മൾ പഠിച്ചിട്ടുള്ള മാത്സ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് അതിൽ വരുന്നത്? നമ്പർ സിസ്റ്റം വരുന്നുണ്ട്, പേഴ്സൻറ്റേജ് എന്താണ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, സ്ക്വയർ റൂട്ട്സ്, ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇൻട്രസ്റ്റ്, പാർട്ട്ണർഷിപ്പ്, ബിസിനസ് പാർട്ട്ണർഷിപ്പ്, അതായത് ഒരാൾ 50%-ലും മറ്റൊരാളും 50%-മാണ് പാർട്ട്ണർഷിപ്പിൽ വന്നു, ഒരു വർഷത്തിൻ്റെ അവസാനം ഇത്ര പ്രോഫിറ്റ് കിട്ടി, അത് എങ്ങനെയാണ്, എന്ത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള ബേസിക് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ക്വസ്റ്റ്യൻസ് വരാം. ഇല്ലെങ്കിൽ ഒരു അമൗണ്ട് പ്രോഫിറ്റ് അവസാനം ഒരാൾക്ക് ഇത്ര രൂപ കിട്ടി, മറ്റൊരാൾക്ക് ഇത്ര രൂപ കിട്ടി, അപ്പോൾ അവർ തമ്മിലുള്ള ഷെയർ എത്രയാണ് എന്നുള്ളതൊക്കെയാണ് പാർട്ട്ണർഷിപ്പിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള ബേസിക് അരിത്തമെറ്റിക് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് അരിത്തമെറ്റിക് ആയിട്ടുള്ള ആൽജിബ്ര, അതുപോലെ തന്നെ ട്രിഗ്നോമെട്രി, ജോമെട്രി എന്നുള്ള സബ്ജക്ട്സും വരാറുണ്ട്. പക്ഷെ അതെല്ലാം കുറച്ചുകൂടെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിക്കാറില്ല. നമുക്ക് സിലബസ് കവർ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, മാത്സ് ആണ് ഒരുപാട് കുട്ടികൾക്ക് ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിലബസ് നമുക്ക് എന്താണ്, നമ്മൾ സ്കൂളിൽ പഠിച്ച് പാസ്സായ പോലെ തന്നെ സിലബസ് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് മടുപ്പ് വരാതെ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് കഠിനമായിട്ട് തോന്നുന്ന സബ്ജക്റ്റുകളും എന്താണ് നിങ്ങൾക്ക് നേരിടാൻ സാധിക്കും. ഓക്കെ, പിന്നെ വരുന്നതാണ് നമ്മുടെ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൊക്കാബ്സ് വരാറുണ്ട്, കോംപ്രിഹെൻഷൻ വരാറുണ്ട്, അതുപോലെ തന്നെ ഗ്രാമർ വരാറുണ്ട്. വൊക്കാബ്സ് എന്ന് പറയുന്നത് മീനിങ്സും സിനോണിംസ് ആൻഡ് ആൻറ്റണിംസ് ചോദിക്കാറുണ്ട്. ഇതുപോലെ തന്നെ പദപ്രയോഗങ്ങൾ, ഇഡിയംസ് ചോദിക്കാറുണ്ട്. ഒരു പാരഗ്രാഫ് തന്നിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരാറുണ്ട്. ഒരു പാരഗ്രാഫ് തന്നിട്ട് കോംപ്രിഹെൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്, നമുക്ക് സിലബസ് ആയിട്ട് വരുന്നത്. Tier 2-നും എന്തൊക്കെ വരും എന്നവർ ചാപ്റ്റർ വൈസ് ആക്കി നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ പ്രോപ്പർ ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ആപ്പിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. സോ ഇതൊക്കെയാണ് CGLൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഇതുപോലെ തന്നെയാണ് നമ്മൾ RRBയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഗ്രാജുവേറ്റ് ലെവലിലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലും RRB ഇത് ഗ്രാജുവേറ്റ് ലെവലാണ് അല്ലേ, ഇത് ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നോട്ടിഫിക്കേഷനാണ്. ടിക്കറ്റ് കളക്ടർ, അതായത് TTE, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ്, സീനിയർ ക്ലർക്ക്, ട്രാഫിക് അസിസ്റ്റൻറ്റ് എന്നുള്ള പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് RRB NTPCയിലൂടെ എന്ത് ചെയ്യുന്നത്, നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് കുറച്ചുകൂടെ എന്താണ് റിലാക്സ്ഡ് ആണ്. 33 വയസ്സ് വരെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അറ്റൻഡ് ചെയ്യാൻ പറ്റുക. ഇതിനും കാറ്റഗറി അനുസരിച്ച് 2, 3, 5 ഇങ്ങനെ വർഷത്തോളം എന്ത് വരുന്നുണ്ട്, നിങ്ങൾക്ക് റിലാക്സേഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതെല്ലാം നമ്മൾ വരുന്ന പാടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഏത് മേജർ എക്സാമിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ച് നമുക്ക് വേക്കൻസിയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, RRBയിൽ ഞാൻ ഈ പറഞ്ഞ മാത്സ്, റീസണിങ്, GK സിലബസ് സെയിം ചാപ്റ്റർ വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെയിം ടു സെയിം ആണ്. ഏക ഒരു ഡിഫറൻസ് ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ 2 മെയിൻ എക്സാമുകളെ പറ്റി നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മെയിൻ SSC ആൻഡ് RRB എക്സാംസിനെ പറ്റിയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ. CHSലും MTSും ഇതുപോലെ തന്നെയാണ്. സിലബസ് നമുക്ക് സെയിം തന്നെയാണ്. എക്സാമിനേഷൻ്റെ പാറ്റേൺ മാത്രം കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. MTS ഒരൊറ്റ ടിയറേ ഉള്ളൂ, 2 ടിയറായിട്ട് നടത്തുന്നില്ല. അതുപോലെ തന്നെ CHSലും 2 ടിയറായിട്ട് നടത്തുന്ന എക്സാമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതും എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ, എന്ത് പുതിയ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാലും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അതിൻ്റെ സിലബസ് നമ്മൾ എന്താണ് A to Z നിങ്ങൾക്ക് കവർ ചെയ്തു തരും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ക്ലാസ് ഡെയിലി മേക്കപ്പ് ചെയ്ത് പോവുക, ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഈ എക്സാമിന് നേരിടേണ്ട എന്തൊക്കെ സഹായം വേണോ അതെല്ലാം നമ്മൾ ജിയോയിൻ്റെ ഭാഗത്ത് നിന്ന് 100% നിങ്ങളോടൊപ്പം നിന്ന് തന്നെ നമ്മളും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കൂടെ പ്രയത്നിക്കുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ ഈ 2 മെയിൻ എക്സാമുകളല്ലാതെ നമ്മുടെ SSC നടത്തുന്ന മെയിൻ എക്സാംസും RRBയുടെ മെയിൻ എക്സാംസ് കൂടാതെ വേറെ ഏത് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഓയിൽ ആൻഡ് ഗ്യാസ്, ന്യൂ ഇന്ത്യ അഷ്യൂറൻസ് ലിമിറ്റഡ്, ഇതുപോലെ ഇൻഷുറൻസ് ലിമിറ്റഡ്, ഇതുപോലെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാ വർഷവും എക്സാംസ് നടത്തുന്നുണ്ട്.
നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള എക്സാംസ് വന്നു കഴിഞ്ഞാൽ അതെല്ലാം അതിൻ്റെ നോട്ടിഫിക്കേഷനും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരുപാട് സംശയങ്ങൾ, മെജോറിറ്റി ഓഫ് ദ ഡൗട്ട്സ് ഞാൻ ഇപ്പോൾ ക്ലിയർ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ക്ലാസ്സിന് ശേഷം എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മെൻറ്ററിനെയോ ടീച്ചേഴ്സിനെയോ അപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിലൊന്നും യാതൊരുവിധ മടിക്കും വേണ്ട കേട്ടോ. ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കോഴ്സിനെ പറ്റിയിട്ടും നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന പോസ്റ്റ്, ഏതൊക്കെ പോസ്റ്റുകളാണ് നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ്. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങളുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, സിലബസ് നിങ്ങൾക്ക് നമ്മൾ 100% കവർ ചെയ്ത് തരും. നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചു പോകണം എന്നുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരും. മോക്ക് ടെസ്റ്റുകൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഡെയിലി എക്സ്ട്രാ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, ഡെയിലി വിടാതെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക, അതിനു ശേഷം സ്വന്തമായിട്ട് ആ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മോക്ക് ടെസ്റ്റിന് ശേഷം ഇനിയൊരു മെൻറ്റർ സെഷൻ ഉണ്ടാവും. അതിൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് ഏതാണ് നിങ്ങളുടെ സ്ട്രോങ് പോയിൻറ്റ്, വീക്ക് പോയിൻ്റ് എല്ലാം നോക്കി നമ്മളതനുസരിച്ച് ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. ഓൾ ദ വെരി ബെസ്റ്റ് ഓൺ യുവർ പ്രിപ്പറേഷൻ ജേർണി. അപ്പോൾ നാളെ മുതൽ നമുക്ക് ക്ലാസ്സിൽ കാണാം അല്ലേ.